നമസ്കാരം. സ്ട്രോക്ക് ഉണ്ടായവർക്കും മറ്റ് ഗുരുതര അപകടത്തിൽപ്പെട്ടവർക്കും മെഡിക്കൽ ചികിത്സയോടൊപ്പം തന്നെ സംയോജിതമായി തെറാപ്പി ഉൾപ്പെടുത്തിയ ചികിത്സാ രീതിയാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഈ വിഭാഗത്തിലെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി പാല മാർസ്ലീവ മെഡിസിറ്റി PMR വിഭാഗത്തിലെ ഡോക്ടർ അനിറ്റ് കാതറിൻ ചാൾസ് നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ? ഏത് വിഭാഗം രോഗികൾക്കാണ് ഇത് കൂടുതലും പ്രയോജനപ്പെടുക? റീഹാബിലിറ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുനരധിവാസം എന്നാണ്. അതായത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്ട്രോക്ക് കഴിഞ്ഞ രോഗിക്ക് നമ്മൾ കാണാറുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഫിസിക്കലി കാണുന്നത് ഒരു സൈഡ് തളർന്നു പോകുന്ന അവസ്ഥയാണ്, ഹെമിപ്ലീജിയ. അതോടൊപ്പം ആഹാരം കഴിക്കാൻ സാധിക്കാതെ വരിക, ട്യൂബിലൂടെ തന്നെ ആഹാരം എടുക്കുക, സംസാരശേഷി നഷ്ടപ്പെടുക, അതുപോലെ കോഗ്നിറ്റീവ് ഇഷ്യൂസ്, മെമ്മറി അല്ലെങ്കിൽ കാൽക്കുലേഷൻ, ജഡ്ജ്മെൻറ്റ്, ഇങ്ങനത്തെ വിവിധ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ എഫക്റ്റ് ചെയ്യുക. എവിടെയാണോ സ്ട്രോക്ക് ഉണ്ടായിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പേഷ്യൻസിനുണ്ടാകുന്ന സിംറ്റംസ്. അപ്പം റീഹാബിലേക്ക് നമ്മൾ വരുമ്പോൾ പേഷ്യൻറ്റിനെ മെഡിക്കലി സ്റ്റേബിൾ ചെയ്തതിന് ശേഷം ഫങ്ഷണൽ റിക്കവറിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരാളെ അവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആ ഒരു അവസ്ഥയിൽ തന്നെ വീക്ക്നെസ്സും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം എങ്കിൽ പോലും എങ്ങനെ അവരെ ലൈഫിലേക്ക് തിരിച്ച് ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് റീഹാബിൽ നമ്മൾ മെയിനായിട്ടും ഗോളായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ ഏതൊക്കെ കണ്ടീഷൻസിനാണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രോക്ക്, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഇഞ്ചുറി, ആക്സിഡൻറ്റിന് ശേഷം ബ്രെയിൻ ഉണ്ടാകുന്ന ഇഞ്ചുറി, ബ്രെയിൻ ട്യൂമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ്, അങ്ങനെ പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. എന്നാൽ ഇതിൻ്റെ എല്ലാം പേരിൽ ആളുകൾക്കുണ്ടാകുന്ന മറ്റ് സിംറ്റംസിനെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുകയാണ് റീഹാബിലെ മെയിനായിട്ടുള്ള ഗോൾ. ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം: എപ്പോഴാണ് ഒരു രോഗി റീഹാബിലിറ്റേഷൻ എന്ന ഈ പ്രോസസ്സ് ആരംഭിക്കേണ്ടത്? നേരത്തെയൊക്കെ റീഹാബ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് മെഡിക്കലി കംപ്ലീറ്റ്ലി എല്ലാം ഓക്കെ ആയി, മേ ബി മെഡിസിൻസ് എല്ലാം റെഗുലറായിട്ടുള്ള മാത്രം എടുക്കുന്നൊരു സമയം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡിസ്ചാർജ് ആയി മറ്റേതെങ്കിലും ഒരു സെൻറ്ററിൽ പോയി ചെയ്യുന്ന ഒരു രീതിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് ആകുമ്പോഴത്തേക്ക് ഒരു 3 months ഒക്കെ ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ റീഹാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ICUയിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. പേഷ്യൻറ്റിനെ മെഡിക്കലി സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഒരു ക്ലിയറൻസ് കിട്ടുന്ന സമയത്ത് അതൊരു മേ ബി ഒരു 48 hours ആയിരിക്കാം, 72 hours ആയിരിക്കാം. ആ സമയത്ത് തന്നെ റീഹാബ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിസിയോതെറാപ്പി ആയിരിക്കും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നൊരു തെറാപ്പി എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പോകുന്നതനുസരിച്ച് മറ്റു കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുന്നു. ഇപ്പം ഇതുപോലെ ഏതെങ്കിലും ഒരു കാരണവശാൽ ആർക്കെങ്കിലും ആദ്യത്തെ ഒരു അക്യൂട്ട് ഫേസിൽ റീഹാബ് മിസ് ചെയ്യുവാണ് പല സാഹചര്യങ്ങളും കൊണ്ട്, പിന്നീടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ക്രോണിക് ഫേസിലും ചെയ്യാൻ സാധ്യമാണ്. എന്നാൽ പലപ്പോഴും കാണുന്ന ഒരു പ്രോബ്ലം ക്രോണിക് റീഹാബിൽ പല കോംപ്ലിക്കേഷൻസും ഓൾറെഡി ആയിട്ടുണ്ടായിരിക്കും. ഉദാഹരണമായിട്ടൊരു സ്ട്രോക്ക് കേസിൽ മസിൽസിൽ ഉണ്ടാകുന്നൊരു തരം ടൈറ്റ്നസ് എല്ലാം വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ ടൈറ്റ്നസ് കറക്റ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആക്റ്റീവായിട്ട് കുറേ ടൈം കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അപ്പം ഏത് ടൈമിലും ചെയ്യാൻ സാധിക്കും. എന്നാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ഫേസിലാണ്. കാരണം ഏറ്റവും ഫങ്ഷണൽ റിക്കവറി നമുക്ക് കിട്ടുന്നതും അക്യൂട്ട് ഫേസിലാണ്. സ്ട്രോക്ക് കഴിഞ്ഞാൽ ഒരു 1 year വരെ നല്ല റിക്കവറി ഉണ്ടാകും. എന്നാൽ ഇതിലൊരു ഗോൾഡൻ ഫേസ് എന്ന് പറയുന്ന ഫസ്റ്റ് 6 months ആണ്. അതിൽ തന്നെ ആദ്യത്തെ 3 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര നന്നായി ആദ്യത്തെ ആ 3 മാസം നന്നായി കാര്യങ്ങൾ ചെയ്യുന്നോ, തെറാപ്പീസ് ചെയ്യുന്നോ, അതിനനുസരിച്ച് ഫങ്ഷണൽ റിക്കവറി ബെറ്റർ ആയിരിക്കും. കൂടുതൽ ആളുകൾക്കും എനിക്ക് തോന്നുന്നു ബോധവൽക്കരണം വേണ്ട ഒരു ചോദ്യമാണിത്. ഏതൊക്കെ വിഭാഗം തെറാപ്പികളാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ ഉൾപ്പെടുന്നത്? ഒന്നാമതേ ആൾക്കാർക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പം ആകെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ റീഹാബ് എന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഫിസിയോതെറാപ്പി എന്നുള്ളത് വളരെ പരിചയമുള്ളൊരു ടൈമാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് വരുന്നു. തെറാപ്പിസ്റ്റിനെ പോലെ തന്നെ നമ്മൾ അത്രയും കൂടി ഒരു ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് റീഹാബിലിറ്റേഷൻ നഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ആൾക്കാർക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ ഇമ്പോർട്ടൻസ് റീഹാബിലേക്ക് വരുമ്പോഴുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ ഒരു റീഹാബ് പ്ലാൻ ഈ ഒരു ടീം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിക്കലി ഉള്ള മോട്ടോർ വീക്ക്നെസ്സസ് കാര്യങ്ങൾ, മറ്റ് ട്രെയിനിങ്ങുകൾ സ്ട്രെങ്തനിങ് ചെയ്യുമ്പോൾ ഒക്യുപ്പേഷണൽ തെറാപ്പി കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മിനിമം കാര്യങ്ങൾ, ഇപ്പോൾ ADLs, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്ന് പറയും. ബ്രഷിങ് തൊട്ട് ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്നത് മുതൽ എങ്ങനെ ഒരു ഷർട്ട് ഒരു സൈഡ് വീക്ക് ആണെങ്കിൽ കൂടി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ബാലൻസ് ട്രെയിനിങ് ഉൾപ്പെടെ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യിക്കുന്നു. പിന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പതോളജിയിലേക്ക് വരുമ്പം അവർ ഫീഡിങ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ, സ്പീച്ച് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ കാണുന്നു. നമുക്ക് ഒരു റെഫറൽ ബേസിസിൽ ക്ലിനിക്കൽ സൈക്കോളജി കൺസൾട്ടേഷൻസും പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഓരോ കാര്യം പറഞ്ഞതുപോലെ തന്നെ റീഹാബ് നഴ്സിംഗ്. അത് ഫസ്റ്റ് ഡേ തൊട്ട് പേഷ്യൻറ്റിൻ്റെ പൊസിഷനിങ്, റൂമിൽ കൊടുക്കുന്ന കെയർ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മാം, മറ്റൊരു കൺസേൺ ആണ് തെറാപ്പിയോടൊപ്പം തന്നെ സംയോജിതമായി മറ്റ് മരുന്നുകളോ പ്രൊസീജിയറുകളോ അനിവാര്യമായി വരാറുണ്ടോ? നമുക്ക് അക്യൂട്ട് ഫേസിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൺഗോയിങ് മെഡിക്കേഷൻസ് ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില സമയത്ത് സ്ട്രോക്കിലൊക്കെ ആണെങ്കിൽ ഷോൾഡർ പെയിൻ, ജോയിൻറ്റ് പെയിൻസ്, അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് മറ്റ് ന്യൂറോപ്പത്തിക് പെയിൻസ് കാര്യങ്ങളെല്ലാം വരാം. ആ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള പെയിൻ മാനേജ്മെൻറ്റ് വരും. ഇപ്പം ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലെ ഫിസിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ഫിസിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മൊഡാലിറ്റീസിനെ കൂടി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ടെർമിനോളജിയാണ്. അപ്പോൾ ആദ്യം PMRലേക്ക് വരുമ്പോൾ നമ്മൾ പെയിൻ മെഡിസിൻ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഫിസിക്കൽ മൊഡാലിറ്റീസ് ട്രൈ ചെയ്യും. ഇതിൽ കൺട്രോൾ ആകില്ലാത്തപ്പോഴാണ് ഒരു ആഡ് ഓൺ ആയിട്ട് മെഡിസിൻസിലേക്ക് പോവുക. പിന്നീട് ക്രോണിക് ഫേസിലേക്ക് വരുമ്പോൾ ടൈറ്റ്നസ് കാര്യങ്ങളുള്ള പേഷ്യൻസിന് ബൊട്ടോക്സ് ഇഞ്ചെക്ഷൻസ്, നെർവ് ബ്ലോക്ക്, മോട്ടോർ പോയിൻറ്റ് ബ്ലോക്സ്, ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ്, അങ്ങനെ പല പ്രൊസീജിയേഴ്സ് ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ വരും. അതുപോലെ മെഡിസിൻസ് ആണെങ്കിലും അവരുടെ കോഗ്നിഷന് വേണ്ടി റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ്, അല്ലെങ്കിൽ ഒരു ന്യൂറോ സ്റ്റിമുലേഷൻ. ചില പേഷ്യൻസ് വളരെ ഡ്രൗസി ആയിരിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസസ് വളരെ മിനിമൽ ആയിരിക്കാം. ആ സമയത്ത് ന്യൂറോ സ്റ്റിമുലൻ മെഡിക്കേഷൻസ്, അങ്ങനെ മെഡിസിൻസും ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. പ്യൂർലി തെറാപ്പി എന്നുള്ളതല്ല, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് എപ്പോഴും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക. മറ്റൊരു ചോദ്യം, ചികിത്സയ്ക്ക് ശേഷം രോഗികൾ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ഓരോ പേഷ്യൻറ്റിൻ്റെയും കണ്ടീഷൻ അനുസരിച്ച് നമ്മളിവിടെ ചെയ്യുന്ന റീഹാബിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് അവർക്ക് വീട്ടിലൊരാൾ വന്ന് ചെയ്യേണ്ടതായിട്ട് ചില പേഷ്യൻസിന് അങ്ങനെ ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ മാക്സിമം നമ്മൾ ഫാമിലിയെ തന്നെ ട്രെയിൻ ചെയ്ത് പേഷ്യൻറ്റിനെ മുന്നോട്ടുള്ള അടുത്തൊരു 3 വീക്സിലേക്കുള്ള പ്ലാൻ എന്താണ്, അങ്ങനെ ഓരോ പ്ലാനും കൊടുത്താണ് ഇവിടുന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എർഗോണമിക് മോഡിഫിക്കേഷൻസ്. ഓരോ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വീട്ടിൽ നമ്മളൊരു ഹോം അസസ്മെൻറ്റ് നടത്തി വീട്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങളും പേഷ്യൻ്റ് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തന്നെ തുടക്കം തൊട്ടേ അഡ്രസ്സ് ചെയ്താണ് നമ്മൾ റീഹാബ് പ്ലാൻ ചെയ്യുന്നത്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച ഡോക്ടർ അനിറ്റിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.